അൽഗസാം ബ്രിഗേഡിയർ കമാൻഡറിനെ ഇസ്രായേൽ കൊലപ്പെടുത്തിയ വിവരം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഹമാസ്. 2 മാസത്തിലേറെ നീണ്ട ഗസ വെടിനിർത്തൽ കരാർ അട്ടിമറിക്കാൻ ഇസ്രായേൽ ആസൂത്രിത നീക്കം നടക്കുന്നതിന്റെ ഭാഗമാണ് കൊലയെന്നും ഹമാസ് ആരോപിച്ചു. പ്രകൃതിക്ഷോഭം ദുരിതം വിതച്ച ഗസയിലേക്ക് ആവശ്യമായ സഹായങ്ങൾ എത്തിക്കാൻ ഇപ്പോഴും ഇസ്രായേൽ അനുമതി നൽകിയിട്ടില്ല. 30,000 താൽക്കാലിക ടെന്റുകൾ ഗസയിൽ അനിവാര്യമാണ്. ഗസ വംശഹത്യയിൽ പങ്കുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി മൈക്രോസോഫ്റ്റിനെതിരെ മനുഷ്യാവകാശ സംഘടനകൾ രംഗത്തെത്തി. MC നാസറുണ്ട് വിവരങ്ങൾ നൽകാനായി. MC, ആദ്യം തന്നെ ഈ ബ്രിഗേഡിയറുടെ കൊലപാതകം അത് ഇസ്രായേൽ കൊലപ്പെടുത്തി എന്നുള്ള വാർത്ത സ്ഥിരീകരിച്ചിട്ടുണ്ട് ഹമാസ്. അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ എന്താണ്? മറ്റൊന്ന്, കടുത്ത പേമാരിയിൽ വലിയ തരത്തിലുള്ള ദുരന്തം അനുഭവിക്കുകയാണ് ഗസയിലുള്ള ആളുകൾ. ആവശ്യത്തിന് ടെന്റുകൾ പോലും ലഭ്യമല്ല എന്ന വേദനിപ്പിക്കുന്ന ഒരു വാർത്ത അവിടെ നിന്നും വരുന്നുണ്ട്. എന്താണ് വിശദാംശങ്ങൾ? ഇന്നലെ തന്നെ ഇസ്രായേൽ ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായിട്ടുള്ളൊരു സ്ഥിരീകരണം നടത്തിയിരുന്നു. റയീദ് സാദ് എന്ന ഹമാസിന്റെ സീനിയർ കമാൻഡറെയാണ് തങ്ങൾ വധിച്ചത് എന്ന് ഇസ്രായേൽ അവകാശപ്പെട്ടിരുന്നു. ഇത് ഇന്നിപ്പോൾ ഹമാസ് നേതൃത്വം ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ റയീദ് സാദ് ഉൾപ്പെടെ 5 പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഔദ്യോഗികമായിട്ടുള്ളൊരു സ്ഥിരീകരണം വന്നിരിക്കുന്നത്. ഇത് ഒക്ടോബർ 10 ആരംഭിച്ചിരിക്കുന്ന വെടിനിർത്തൽ, ഏതാണ്ട് 2 മാസത്തിലധികമായി തുടരുന്ന ആ വെടിനിർത്തൽ കരാറിന്റെ നഗ്നമായിട്ടുള്ളൊരു ലംഘനം മാണ്. ഇതിന് തിരിച്ചടി ഉണ്ടാകുമെന്ന വളരെ ശക്തമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഹമാസ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. കാരണം ഏതാണ്ട് 700-ലധികം തവണയാണ് ഈ 2 മാസത്തിലധികം നീണ്ട വെടിനിർത്തൽ ഇസ്രായേൽ ലംഘിച്ചത്. അതിന്റെ ഭാഗമായിട്ട് 350ഓളം പേർ കൊല്ലപ്പെട്ട ഒരു സാഹചര്യമുണ്ടായിരുന്നു. 1000-ലധികം പേർക്ക് പരിക്കേറ്റിരുന്നു. അപ്പോൾ നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ 2ാം ഘട്ട വെടിനിർത്തലുമായി ബന്ധപ്പെട്ട തിരക്കിട്ട കൂടിയാലോചനകൾ തുടരുന്ന അതേ സമയത്ത് തന്നെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു, അതോടൊപ്പം തന്നെ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് എന്നിവരുടെ നിർദ്ദേശപ്രകാരം ഈ ഒരു ആക്രമണം നടന്നിരിക്കുന്നതും അങ്ങനെ ഗസ സിറ്റിയിലെ അൽഖസാം ബ്രിഗേഡിന്റെ സീനിയർ കമാൻഡർ കൂടിയായിട്ടുള്ള റയീദ് സാദ് കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇത് വെടിനിർത്തൽ കരാറിന്റെ ലംഘനമാണ് എന്ന് മാത്രമല്ല അതിശക്തമായിട്ടുള്ള ഒരു പ്രതികരണം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പുകൾ കൂടി വരുന്ന ഒരു സാഹചര്യത്തിൽ എത്ര കണ്ട് ഇനിയിപ്പോൾ ഈ വെടിനിർത്തൽ മുന്നോട്ട് പോകും, 2ാം ഘട്ട വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ചർച്ച എത്ര കണ്ട് അതിൽ പുരോഗതി ഉണ്ടാകുമെന്ന ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു ചോദ്യം കൂടി വരുന്നുണ്ട്. എന്തായാലും ഈ മാസം 29 വൈറ്റ് ഹൗസിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവും അതോടൊപ്പം തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള നിർണായകമായിട്ടുള്ള കൂടിക്കാഴ്ച നടക്കുന്നത്. 2ാം ഘട്ട വെടിനിർത്തലുമായി ബന്ധപ്പെട്ട സുപ്രധാന കാര്യങ്ങൾ ആ കൂടിക്കാഴ്ചയെ തുടർന്ന് മാത്രമായിരിക്കും താൻ നിലപാട് പ്രഖ്യാപിക്കുക എന്നാണ് നെതന്യാഹു അറിയിച്ചിരിക്കുന്നത്. പക്ഷേ നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ ഈ മാസാവസാനം നടക്കുന്ന വൈറ്റ് ഹൗസ് കൂടിക്കാഴ്ച എത്ര കണ്ട് സുഗമമായിട്ട് മുന്നോട്ട് പോകും, അതല്ല അതിനു മുമ്പ് തന്നെ ഈ 2 ഹമാസിന്റെ ഭാഗത്തു നിന്ന് കുറെ കൂടി ശക്തമായിട്ടുള്ള പ്രതികരണം ഉണ്ടാകുമോ എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നേരത്തെയുള്ള ഒരു കരാർ പ്രകാരം 28 ബന്ദികളുടെ മൃതദേഹങ്ങൾ കൈമാറേണ്ടതിൽ 27 ബന്ദികളുടെ മൃതദേഹങ്ങളും ഹമാസ് കൈമാറിയിട്ടുണ്ട്. ഒരു ബന്ദിയുടെ മൃതദേഹത്തിന് വേണ്ടിയുള്ള ശക്തമായിട്ടുള്ള തെരച്ചിലാണിപ്പോൾ വടക്കൻ ഗസയിലെ സുജായിയിൽ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. മിക്കവാറും ആ മൃതദേഹം കൂടി കണ്ടെത്തുകയാണെങ്കിൽ അത് കൈമാറാൻ ഹമാസ് നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ഈ വ്യവസ്ഥയിലുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു കടമ്പ കൂടി മുന്നോട്ട് പോകും. പക്ഷേ എത്ര കണ്ട് ഈ ഒരു വെടിനിർത്തൽ നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ അത്തരമൊരു വെടിനിർത്തൽ നീക്കവുമായിട്ട് സഹകരിക്കാൻ ഹമാസും ഇസ്ലാമിക് ജിഹാദ് ഉൾപ്പെടെയുള്ള പോരാളി സംഘടനകൾ തയ്യാറാകുമെന്ന സുപ്രധാനമായിട്ടുള്ള ചോദ്യം കൂടിയാണ് ഈ ഘട്ടത്തിൽ നിലനിൽക്കുന്നത്. മറ്റൊന്ന്, ഈ പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥ മൂലം രൂപപ്പെട്ടിരിക്കുന്ന സങ്കീർണമായിട്ടുള്ള അതീവ ഗുരുതരമായിട്ടുള്ള ഒരു മാനുഷിക സാഹചര്യമുണ്ട്. അത് ഗസ സിറ്റിയിലും റഫയിലും വടക്കൻ ഗസയുടെ വിവിധ ഭാഗങ്ങളിലുമൊക്കെ ജനങ്ങൾ സംബന്ധിച്ചിടത്തോളം വളരെ ദരിദ്രമാക്കപ്പെട്ട ഒരു അവസ്ഥയിലാണ്. കാരണം 2 കൊല്ലത്തിലേറെ നീണ്ട ഏറ്റവും കൊടിയ വംശഹത്യയുടെ ഭാഗമായിട്ട് തകർന്നടിഞ്ഞ കെട്ടിടങ്ങൾ, അതിനിടയിൽ താൽക്കാലികമായി രൂപപ്പെടുത്തിയ ടെന്റുകൾ, ആ ടെന്റുകളിൽ 30,000-ലധികം ടെന്റുകളാണ് ഈ പ്രളയത്തെ തുടർന്ന് ഇല്ലാതായിരിക്കുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ടെന്റുകളും കുടിവെള്ളവും ഇന്ധനവും മറ്റു ഉപകരണങ്ങളും ഗസയിലേക്ക് നൽകണമെന്ന് അന്തർദേശീയ സംഘടനകൾ, വിവിധ ലോകരാജ്യങ്ങൾ, UN, പൊതുസഭ ഒക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്.
ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഇതൊക്കെ ആവശ്യപ്പെട്ടിട്ടും പിന്നിട്ട 48 മണിക്കൂറിലധികം പിന്നിട്ടിട്ടും ഒരു നടപടിയും ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. ഏറ്റവും ദുരിതപൂർണമായിട്ടുള്ള ഒരവസ്ഥയിലൂടെയാണ് ലക്ഷക്കണക്കിന് മനുഷ്യർ, ഏതാണ്ട് 8 ലക്ഷം പേരെയെങ്കിലും ഈ പ്രളയം ബാധിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അപ്പോൾ അവർക്ക് സാന്ത്വനം നൽകാനുള്ള പുതപ്പുകൾ, താൽക്കാലിക താമസ സംവിധാനങ്ങൾ, ഉപകരണങ്ങൾ, ഇന്ധനം, വെള്ളം, മരുന്ന്, ഭക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അടിയന്തരമായിട്ട് നൽകാനുള്ള ഒരു നിർദ്ദേശം പോലും ഇസ്രായേൽ അവഗണിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എത്ര കണ്ട് ഇനി രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കാൻ സാധിക്കുമെന്ന ഒരു ചോദ്യം കൂടി ഈ ഘട്ടത്തിൽ ബാക്കി നിൽക്കുകയാണ്. അജി, ഒപ്പം തന്നെ MCA, ഈ ഗസ വംശഹത്യയിൽ പങ്കുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി മൈക്രോസോഫ്റ്റിനെതിരെ മനുഷ്യാവകാശ സംഘടനകൾ രംഗത്തെത്തിയിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം മൈക്രോസോഫ്റ്റിനെതിരെ ആഗോള തലത്തിൽ ഉണ്ടായിരുന്നു. അത് നമ്മൾ കണ്ടതാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ എന്താണ്? അജി, നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട നിരവധി ആരോപണങ്ങൾ മൈക്രോസോഫ്റ്റ് ഉൾപ്പെടെയുള്ള വൻകിട സ്ഥാപനങ്ങൾക്കെതിരെ ഉയർന്നിരുന്നു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ഒട്ടേറെ ആധികാരികമായിട്ടുള്ള വിവരങ്ങളും രേഖകളുമാണ് ഇപ്പോൾ മനുഷ്യാവകാശ സംഘടനകൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് അവർ മൈക്രോസോഫ്റ്റിന് നോട്ടീസും കൈമാറിയിട്ടുണ്ട്. അതിൽ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്, ഇസ്രായേലുമായിട്ട് രൂപപ്പെടുത്തിയ ഒരു കരാറിലൂടെ ഈ വംശഹത്യയിൽ കൃത്യമായിട്ടുള്ള പരോക്ഷ പങ്കാളിത്തം മാത്രമല്ല പ്രത്യക്ഷമായി തന്നെ മൈക്രോസോഫ്റ്റ് പങ്കുവയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുമൂലം നിരവധി കുട്ടികളും സ്ത്രീകളും കൊല്ലപ്പെടുന്ന, അവർക്കാവശ്യമായിട്ടുള്ള സാങ്കേതികമായ സംവിധാനങ്ങൾ കരാറിലൂടെയാണെങ്കിലും ഇസ്രായേലിന് നൽകുകയായിരുന്നു. ഇസ്രായേൽ ആർമിക്ക് വേണ്ടി, അവരുടെ ഈ വംശഹത്യ പദ്ധതിക്ക് വേണ്ടി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് മൈക്രോസോഫ്റ്റ് ഇത്തരമൊരു കരാറിൽ ഒപ്പുവെച്ചതും അതിൻ്റെ ഭാഗമായിട്ട് ഈ അടിസ്ഥാനമായിട്ടുള്ള സാങ്കേതിക സൗകര്യങ്ങൾ ഈ യുദ്ധത്തിൻ്റെ വേളയിൽ നൽകിയിരിക്കുന്നതും. ഇത് തികഞ്ഞ മനുഷ്യാവകാശ ലംഘനം കൂടിയാണ്.